കമ്പാവലുണ്ട്. അപ്പം അത് വലിച്ച് മീനുമായിട്ട് വന്നത് പെടക്കണ മീൻ. ആഹാ. ഹായ് കൂട്ടുകാരെ, ഇന്നതേ ഞാൻ ശരണ്യനെ വിളിച്ചിട്ടുണ്ട്. കൊച്ചു മത്തി മേടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ ശരണ്യക്ക് വിറയും, അതുറപ്പാണ്. അപ്പം ഞാൻ കൂട്ടുകാരെ ഒന്ന് വിളിക്കാം. ആദ്യം മത്തി തന്നെ കാണിച്ചു തരാം കേട്ടാ. അല്ല, കാണാൻ മാത്രം ഇല്ല, ചെറിയ മത്തിയാണ്. ശരണ്യ, ശരണ്യ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. എന്താണ് ഒരു മുഖത്തൊരു തെളിച്ചയില്ലായ്മ? എന്നാന്നറിയാവാ? എന്നാ അതെ, ശരണ്യക്ക് ഇഷ്ടപ്പെട്ട മീൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്നാ നോക്ക് നോക്ക്, ശരണ്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീനാണ്. മത്തി നല്ല മീനല്ലേ ശരണ്യ? അങ്ങനെ പറയല്ലേ, മത്തിയിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇങ്ങോട്ട് വന്നേ, പിണങ്ങല്ലേ. ഞാനേ ഇവിടെ നിന്ന് വിളിച്ചാൽ ഞാനേ ചേട്ടൻ അവിടെ വണ്ടിയുടെ ബാറ്ററിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് പോയി വണ്ടി അവിടെ പെയിൻറ്റിങ്ങിന് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് അത് അങ്ങോട്ട് കൊണ്ട് അണ്ണൻ അവിടെ ഒന്ന് ആക്കി കൊടുത്തിട്ട് വരാം. പെയിൻറ്റ് ചെയ്യാനടുത്ത് കൊണ്ടുവന്ന് ആക്കി കൊടുത്തിട്ട് വരാം, പോയിട്ട് വരാം. അപ്പം നമുക്ക് വന്നിട്ട് നമുക്ക് മത്തിക്കറി വെച്ചേക്കാം അല്ലേ? എന്താണെന്ന് ചന്നിക്ക് വല്ലതും വേണം? ഞാൻ പോയേച്ചും വരുമ്പോ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. എൻ്റെ ശരണ്യക്ക് വല്ലതും വേണം? ഒന്നും വേണ്ടേ? പിന്നെ ഞാൻ വന്നു കഴിയുമ്പോൾ എനിക്കൊന്നും മേടിച്ചു തന്നില്ല, അതാണ് ഇതാന്ന് പറയരുത്. എന്നെങ്കിലും വേണോ? എന്നാ വേണം ചന്നിക്ക്? എന്നാ വേണം? ഒന്നും മേടിച്ചിട്ടില്ല, ഞാൻ പോയേച്ചും വരുമ്പോ മേടിക്കാം. അപ്പൊ പിന്നെ ഞാൻ വരുമ്പോ മേടിക്കാന്നല്ലേ പറഞ്ഞത്? ആ എന്നാ ശരി. ആ, ചേട്ടൻ ഓടിക്കണ വണ്ടി പെയിൻ്റ് അടിക്കാൻ വന്നപ്പോൾ അതേ പെയിൻറ്റർ കമ്പാവല വലിക്കാൻ പോയി. കൂട്ടുകാരെ, അങ്ങനെ അതെ കായലിൽ നിന്ന് നല്ല ഫ്രഷ് മീൻ മേടിച്ചോണ്ട് വരിക. കരിമീൻ, കരിമീൻ പിടക്കണ കരിമീനാ. നല്ല മഞ്ഞപ്പള്ളത്തി അല്ലേ? സകല വർക്കും ഉണ്ട്. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ചേട്ടൻ്റെ വണ്ടി ഇവിടെ പെയിൻറ്റിങ്ങിന് കയറ്റിയിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ അതെ വണ്ടി പെയിൻറ്റ് ചെയ്തത് എടുക്കാൻ വന്നപ്പോൾ എടുക്കാൻ ചേട്ടൻ്റെ കമ്പാവലുണ്ട്. അപ്പം അത് വലിച്ച് മീനുമായിട്ട് വന്നത് കണ്ടാ, പെടക്കണ മീൻ. ആഹാ. അപ്പം പലതരം മീനും ഉണ്ട്. ചേട്ടനും അത് പെറുക്കി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം സോജുണ്ണം വണ്ടി എടുക്കാൻ വന്നെങ്കിലും ഇപ്പതേ മീൻ കണ്ടപ്പോൾ ഇനി വണ്ടി ഇവിടെ ഇട്ടേച്ച് മീനുമായിട്ട് പോകുവാണ്. ഇനി വണ്ടി ഓടാതെ മീനും പിടിക്കാൻ പോകുമോ ദൈവമേ? ഇത് തലേ ദിവസം ഇടുവാ? ആ, അത് ഇനി ഒരു ദിവസം ഞാൻ വരാം, കമ്പാവല പൊക്കണ കാണണം. ആണല്ലേ? ആ, ഇത് തലേ ദിവസം താത്തിയിട്ടേക്കും. ചേട്ടാ, എനിക്കൊരു സംശയം. ഈ കമ്പാവല താത്തിയിടുമ്പോഴേ അതിൻ്റെ അകത്ത് തന്നെ വല്ല തീറ്റ ഇടുക? ലൈറ്റ് ഇടുമ്പോ അതിന്റെ ഇതിൽ വന്നത്. ആ, ശരണ്യ ഇങ്ങോട്ട് വന്നേ. എന്താന്ന് വിളിച്ചാ അറിയാവാ? ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ പെട്ടി നോക്കിക്കേ. അയ്യേ മീന് കണ്ടാ, ഒന്ന് പൊക്കിക്കേ. ഓ, പൊങ്ങുന്നില്ല. ഉണ്ടാ
കണ്ടാ കൂട്ടുകാരെ അങ്ങനെ നല്ല അടിപൊളി പെടപെടക്കണ മീനാണ് കിട്ടിയിരിക്കണം അല്ലേ? എന്നാ ചട്ടി എടുത്തോണ്ട് വാ, നമുക്കും കുറച്ചെടുത്ത് ബാക്കി ചേട്ടന് കൊടുത്തേക്കാം. അതെ അമ്മയും വന്ന് ഇതേ ശരണ്യ ചട്ടിയൊക്കെ വാദിക്കെ കൊണ്ടുവന്നാണോ ചട്ടിയൊക്കെ വെക്കണത്? ദൈവമേ, കുടഞ്ഞിടണ്ട, അതിന്ന് പെറുക്കി എടുത്താൽ മതി. നമുക്കിന്ന് മീൻ തന്നെ വെച്ചേക്കാം അല്ലേ? അപ്പം അതെ ഇതിൽ നിന്ന് തിരിഞ്ഞ് ശരണ്യ അതെ ഈ 2 മീനും പിന്നെ ഇച്ചിരി പള്ളത്തി അല്ലേ? ഇത് മതി, കാരണം ബാക്കി ചേട്ടന് കൊടുത്തു. കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ ഷർട്ടൊക്കെ തേച്ചോണ്ടിരിക്കുകയാണ്. കണ്ട എല്ലാവരും പറയാറുണ്ട് അച്ഛൻ ഷർട്ടൊക്കെ നല്ല വടി പോലെ തേച്ചതൊക്കെ ഇടും. സാധാരണ ഈ ഷർട്ട് ആരാണ് അച്ഛാ തേച്ച് തരുന്നത്? ആ സാധാരണ ഇത് അമ്മയാണ് തുണിയൊക്കെ പശമുക്കി അല്ലേ അലക്കി പശമുക്കി അത് തേച്ച് മടക്കിയൊക്കെ വെക്കണത് അമ്മയാണ്. അപ്പൊ ഇന്നിപ്പോ അച്ഛൻ അമ്മേനെ സഹായിക്കുന്നു അല്ലേ? അടിപൊളിയായിട്ട് കണ്ട തേച്ച് മടക്കിയൊക്കെ വെക്കണ കണ്ട. അച്ഛൻ ഇനി വെള്ള ഷർട്ടാണ് ഏറ്റവും ഇഷ്ടമെന്ന് തോന്നുന്നു അല്ലേ? ആ തേച്ചതൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് അച്ഛൻ. കണ്ട കണ്ട തേച്ച് വെച്ചിരിക്കുകയാണ്. കണ്ട എല്ലാം നല്ല ഭംഗി ഇങ്ങനെ മടക്കി വെച്ചേക്കണതാണ്. എനിക്കിങ്ങനെ മടക്കി വെക്കണ ഇഷ്ടമല്ല. ഞാൻ എന്നാ ആങ്കറെ തൂക്കിയേ ഇടുള്ളൂ ഷർട്ട്. അടുക്കളയിലാട്ട് പോയേക്കാം, അവിടെ എന്താണ് ചെയ്യണമെന്ന് നോക്കാം. അച്ഛൻ്റെ അടുത്തതും കൊണ്ടുവന്നുണ്ട്. ഇനിയുണ്ടോ തേച്ചത്? ആഹാ എല്ലാം വെള്ളയാണല്ലോ, വെള്ളയുടെ പരിപാടിയാണ് കൂടുതലും. എവിടം വരെ നമ്മുടെ പാചകങ്ങളൊക്കെ? ആഹാ അമ്മ മീൻവെട്ടണ കോട്ടൊക്കെ ഇട്ടാ ഈ നീല ചുരിദാർ കാണുമ്പോൾ ഓർത്തേച്ചാ മതി അമ്മ. ആ ചുരിദാറല്ലല്ലോ, സോറി നൈറ്റ്. എന്തു ആയിക്കോട്ടെ. അപ്പൊ അതെ കൂട്ടുകാരെ അതെ ഇവിടെ ചട്ടിയിൽ ഏതാണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ആ നമ്മള് കൊണ്ടുവന്ന വള്ളത്തി അതൊക്കെ വെട്ടിയാ? ആഹാ ഞാനൊന്ന് അങ്ങോട്ട് പോയ നേരം കൊണ്ട് മത്തി ഇത് കൊണ്ടുവന്ന കണ്ണി മീൻ ഇല്ല, ഇതാണ് പുല്ലാൻ. ആ ഇതിന്റെ പേരാണ് പുല്ലാൻ. ഇത് പുല്ലാന വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയാണ് ഇന്ന് ഈ കായലിലെ മീനൊക്കെ അമ്മയാണ് വെട്ടുന്നത്. ശരണ്യ നമ്മുടെ മത്തി എന്തേ കവറിൽ തന്നെ ഇരിക്കുകയാണ്? ആഹാ അപ്പൊ കൂട്ടുകാരെ ഇന്ന് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ. ഇനിയും കഴുകണം. അത് വെള്ളയാണല്ലോ. ഇച്ചിരി കളർ വ്യത്യാസം മടക്കി വെച്ചിട്ട് ഇന്ന് അച്ഛൻ മൊത്തം ഷർട്ടിന്റെ പുറകെയാണ്. ഓ എനിക്ക് നിക്കാൻ മേലത്. ചൂട് ഭയങ്കര ചൂടായോണ്ട് എനിക്ക് ഒരെണ്ണം തേക്കുമ്പോഴേ ഉയർത്തി വിളിക്കും. ശരണ്യ തന്നെ വല്ല തുണി മിഷ്യത്തിൽ ഇട്ടിട്ടുണ്ടോ? ആ അപ്പൊ ഇതിന്റെ ഇടക്ക് മിഷ്യ തുണിയിലൊക്കെ നടക്കുന്നു. ആ മത്തിയ പിള്ളേരെ ഇട്ടണം. ആണോ? ഇന്ന് അമ്മ ഏറ്റെടുത്ത ഇത് ശരണ്യക്ക് പരിപാടിയൊന്നും ഇല്ല. കറിവേപ്പ് കറി വെക്കണത് ശരണ്യ. ആഹാ എന്നാ നടക്കട്ടെ. അങ്ങനെ മീനൊക്കെ ഇരുന്ന് പറ്റട്ടെ അല്ലേ? ഇതാണ് നമ്മുടെ എന്നാണ് ആ പള്ളത്തി കരിമീനും. ആ എന്നിട്ടും അച്ഛൻ്റെ അടുത്ത ഷർട്ട് എടുത്ത് വെച്ച് തേച്ചോണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് വന്നേ. എന്നാണ് ശരണ്യ? ശരണ്യ ശരണ്യ പുല്ലാൻ. പുല്ലാൻ മീന്റെ കാര്യമാണ് ഇതല്ലേ പറയണേ. അല്ല അമ്മയോട് ചോദിച്ചില്ല എങ്ങനെയാണ്? അമ്മക്കറിയാം. ഒരു പണിയായി അച്ഛൻ എന്നടി ചോദിക്കുക, ഞാൻ ലാസ്റ്റ് ശരണ്യടി ചോദിക്കാം.
അതെന്തിനാണ് അങ്ങനെ ദീപശിക കൈമാറുമ്പോൾ എന്തിനാണ് മാറുന്നത്? അല്ല, അമ്മ ശരണ്യോട് ചോദിച്ചു, ശരണ്യ വന്ന അച്ഛനോട് ചോദിച്ചു. അല്ല ശരണ്യ പിന്നെ അങ്ങനെ ചോദിക്കും, സംശയം ചോദിക്കും, നേരത്തെ ചോദിക്കാറുള്ള. അപ്പൊ ഇപ്പൊ അച്ഛന്റെ തീരുമാനം എന്നാണ്? അത് കറി വെക്കണോ പൊള്ളിക്കണം? കരിമീത്തും പച്ചി എല്ലാം മുളക. അത് പൊള്ളി കേട്ടാ, ഉള്ളിയൊക്കെ കൂടിട്ടോ. അപ്പൊ ശരണ്യ അത് പൊള്ളിച്ചിട്ടൊക്കെ കാണിക്കാം അല്ലേ? ചെയ്തോ കേട്ടാ. നമ്മള് മീൻ കറി വെക്കണ വീഡിയോ ഒത്തിരി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടല്ലേ? കണ്ട അമ്മ അത് കട്ട് ചെയ്തു അല്ലേ? മീന് കട്ട് ചെയ്തു. അപ്പൊ ഇതാണ് പൊള്ളിക്കാനാന്നൊക്കെ സംശയം വന്ന മീൻ ഇതാണല്ലേ? ഇന്ന് തോരൻ വെക്കാൻ ഞാൻ എടുത്ത് തരട്ടെ. ഇന്ന് തോരൻ വെക്കാനുള്ള ഐറ്റം കൂട്ടുകാരെ ഇതേ നല്ല അടിപൊളി മത്തക്ക കിട്ടിയിട്ടുണ്ട്. നമുക്ക് മത്തക്ക തോരൻ വെച്ചാലാ? നമ്മുടെ കണിമത്തൻ. എന്താണ് ചിരിക്കണത്? അത്രയും വേണം. നമ്മുടെ മത്തക്ക തോരനുണ്ടെങ്കിൽ നമ്മുടെ വേറെ എന്നാ വേണം? ഈ മത്തക്ക കഴിച്ചെന്നാലുണ്ടല്ലോ ശരണ്യ, നമ്മുടെ വയറിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം എന്താണ് താടിക്കും കൈയും കൊടുത്ത് നിൽക്കുന്നത്? ശരണ്യ ചോദിച്ച് പണി മേടിച്ചതല്ലേ തോരൻ വെക്കാൻ? പടവലം വേണ്ട, പടവലം അവിടെ ഇരിക്കട്ടെ, എനിക്ക് മത്തക്ക മതി. അപ്പം എന്നാ പിടിച്ചോ. അപ്പം മത്തക്കയുടെ പരിപാടിയിലേക്ക് നീങ്ങാം ഇനി അല്ലേ? എന്താണ് ആലോചിക്കുന്നത്? ഞാൻ അരിഞ്ഞു തരാം, മത്തക്ക ഞാൻ അരിഞ്ഞു തരാം. അങ്ങനെ അതെ ശരണ്യതെ മത്തക്ക ചെറുതായിട്ട് അരിഞ്ഞണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം ഞാൻ അരിയാൻ പോയപ്പോൾ ശരണ്യ പറഞ്ഞു ഞാൻ അരിഞ്ഞിട്ട് അത് ശരിയാകുന്നില്ല, അപ്പം ശരണ്യ തന്നെ അരിഞ്ഞു തരാമെന്ന്. അപ്പം ഇത് അരിഞ്ഞിട്ടൊക്കെ കാണിക്കാം അല്ലേ ശരണ്യ? ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്ക് ഇടക്ക്. ശരണ്യ എവിടം വരെ? തിന്നാണത് ബിസ്ക്കറ്റ് തന്നെയാണ്. മത്തക്ക തോരനായ പെട്ടെന്ന് തന്നെ അല്ലേ? അവിടെ ഇരുന്ന് അരിയണതും കണ്ട് ഞാൻ എന്നിട്ട് ആ നേരത്ത് ഒന്ന് ഇച്ചിരി നേരം ഫോൺ നോക്കിയ നേരത്ത് പെട്ടെന്നായ. അങ്ങനെ കൂട്ടുകാരെ അങ്ങനെ മത്തക്ക തോരനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറി എന്തൊക്കെ? ബിസ്ക്കറ്റ് തിന്നിട്ട് അമ്മ നൈറ്റിയൊക്കെ പിന്നെ മാറിയല്ലേ? മീൻ വെട്ടിയ നൈറ്റിയൊക്കെ മാറ്റി നല്ല സുന്ദരി കുട്ടിയായി അല്ലേ? മത്തിക്ക്. അപ്പൊ ഇന്ന് എനിക്ക് മത്തിക്കറി. ഏത് മീന്? അമ്മക്ക് വേണ്ടേ? അപ്പൊ അച്ഛൻ മാത്രമേ ഈ വീട്ടിൽ കൂട്ടുകൊള്ളാം. ശരണ്യ കൂട്ടിയല്ല, ഞാൻ കൂട്ടിയല്ല, അമ്മ കൂട്ടിയല്ല നീർമീൻ അല്ലേ? ശരണ്യ ഇപ്പൊ കൂട്ടിയല്ല അല്ലേ? ഇതൊന്ന് കാണിച്ച് ഇതെന്നാണെന്ന്. മീൻ പൊള്ളിച്ചത് കണ്ടാ കൂട്ടുകാരെ? കണ്ട അടിപൊളിയായിട്ട് മീൻ പൊള്ളിച്ച് വെച്ചത് നമ്മൾ ഷാപ്പിലൊക്കെ വെക്കുകയല്ലേ അതേപോലെ അല്ലേ? പിന്നെ അടുത്തത് എടുക്കാം. അതാണ് കരിമീൻ തുമ്പച്ചി എന്ന് പറയുക. അതായത് ഈ പള്ളത്തിക്കും എല്ലാത്തിനും കൂടിയാണ് അങ്ങനെ പറയണത്. പിന്നെ അല്ലാതെ ഉണ്ട് ചൂരയില്ലേ? മത്തി കറി വെക്കാൻ പോണു. എന്തേ മത്തി വെട്ടിയതൊക്കെ ഒന്ന് കാണിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോവാമ്മ. ശരണ്യ അതിലോട്ട് തേങ്ങ ഇട്ടല്ലേ? അതെ അമ്മ ആ നേരത്ത് മത്തിയും കൊണ്ടുവന്നിട്ടുണ്ട്. അതെ മത്തിയൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലേ? അടിപൊളിയാണ്, അത് കാണുമ്പോ അറിയാം. ആഹാ എനിക്ക് മത്തിക്കറി മതി. എന്നാ മത്തിയുണ്ട്, പിന്നെ ചൂരയുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ കറിയൊക്കെ അങ്ങനെയാണ്. അപ്പൊ മത്തി കൂടി അങ്ങോട്ട് കറി വെച്ചാൽ മതി അല്ലേ? മത്തിക്കറി വെക്കണ വീഡിയോയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്.
കൂട്ടുകാരെ ഇന്നപ്പം ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ വീട്ടിൽ നടക്കുന്ന കേര ചൂരയല്ല കേര, സോറി, ഞാൻ ചൂര എന്നാണ് പറഞ്ഞത് അല്ലേ. കഷ്ണം കറി ഇന്നലത്തെ കറിയാണ്, ഇന്നലെ വൈകിട്ട് വെച്ച കറിയാണ്. അപ്പം ഇന്നലെ വിഷു ആയതുകൊണ്ട് അവരെല്ലാരും ഉണ്ടായിരുന്നു. വൈകിട്ടാണ് അവർ പോയതല്ലേ. വൈകിട്ട് മീൻകറി വേണം. വൈകിട്ട് അവർക്ക് മീൻകറി വേണം. അപ്പം അങ്ങനെ വെച്ചതാണ്. അപ്പം കൂട്ടുകാരെ ഇനി മത്തി വെക്കണ വരെ നമ്മൾ കാണിക്കണം. ഇല്ല, കാണിക്കണം. ഒത്തിരി മത്തിക്കറി കാണിച്ചിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇതാ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം. അതുപോലെ തന്നെ നമ്മളെ വിഷുവിനൊക്കെ ഒത്തിരി പേര് നമുക്ക് ആശംസകളൊക്കെ അറിയിച്ച് എല്ലാവർക്കും, വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ.